നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. കുന്നത്തൂർ സ്വദേശിയായ യുവാവ് മേലിലയിലെ ബന്ധുവീട്ടിൽ കുത്തേറ്റ് മരിച്ചു. ബന്ധുവായ പ്രതിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടവട്ടത്ത് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയെ ബുധനാഴ്ചയും കണ്ടെത്താനായില്ല. ചക്കുവരക്കലിലെ കനാൽ തുരങ്കത്തിൽ കുട്ടി കുടുങ്ങിയിട്ടുണ്ടെന്ന് സൂചന. പത്തനാപുരത്ത് തോട്ടം സൂക്ഷിപ്പുകാരായ ദമ്പതികളെ തോട്ടമുടമയുടെ ബന്ധുക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. കുന്നത്തൂർ സ്വദേശിയായ യുവാവ് മേലിലയിലെ ബന്ധുവീട്ടിൽ കുത്തേറ്റ് മരിച്ചു. ബന്ധുവായ പ്രതിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഐവർകാല കിഴക്ക് തെക്കേമുറി നെടുവേലിൽ വീട്ടിൽ ശശിധരൻ പിള്ളയുടെ മകൻ ശ്രീജിത്ത് എന്ന 26-കാരനാണ് കുത്തേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിന്റെ സഹോദരി ഭർത്താവിന്റെ ജ്യേഷ്ഠനെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മേലില കൃഷ്ണാലയത്തിൽ അനിൽ കൃഷ്ണൻ എന്ന 40-കാരനാണ് പിടിയിലായത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 അനിലിന്റെ മേലിലയിലുള്ള കുടുംബ വീട്ടിൽ വെച്ചാണ് സംഭവം. പോലീസ് വിവരിക്കുന്നത് ഇങ്ങനെ: അറസ്റ്റിലായ അനിൽ കൃഷ്ണൻ അനുജൻ അരുണിന്റെ ഐവർകാലയിലെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിരുന്നെത്തിയിരുന്നു. അരുണിനും ഭാര്യ ശ്രീജയ്ക്കുമൊപ്പം സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിനായിരുന്നു ഇത്. എന്നാൽ ചൊവ്വാഴ്ച വൈകിട്ട് അരുണും ഭാര്യയും മേലിലയിലെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും അനിൽ ഐവർകാലയിലെ വീട്ടിൽ തങ്ങി. ഇയാൾ രാത്രിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. ഇയാളെ അനുനയിപ്പിച്ച ശേഷം രാത്രി തന്നെ ശ്രീജിത്തും പിതാവ് ശ്രീധരൻ പിള്ളയും ചേർന്ന് മേലിലയിലെ വീട്ടിലെത്തിച്ചു. വീണ്ടും പ്രകോപിതനായ അനിൽ മേലിലയിലെ വീട്ടിൽ വെച്ച് ശ്രീധരൻ പിള്ളയെ മർദ്ദിച്ചു. തടസ്സം പിടിക്കാനെത്തിയ ശ്രീജിത്തിനെ വീട്ടിലൊളിപ്പിച്ച വാളുപയോഗിച്ച് നെഞ്ചിൽ കുത്തുകയായിരുന്നു. കുത്തേറ്റ ശ്രീജിത്തിനെ ഉടൻ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവാഹത്തിനായി ഏതാനും മാസം മുമ്പാണ് ശ്രീജിത്ത് നാട്ടിലെത്തിയത്. കഴിഞ്ഞ ഡിസംബറിൽ ശ്രീജിത്തിന്റെ വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു. ലളിതാഭായിയാണ് അമ്മ. ശ്രീജ ഏക സഹോദരിയാണ്. അറസ്റ്റിലായ അനിൽ അവിവാഹിതനാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കോട്ടവട്ടത്ത് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയെ ബുധനാഴ്ച വൈകിയും കണ്ടെത്താനായില്ല. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് വൈകിട്ട് 6 വരെയാണ് തിരച്ചിൽ നടത്തിയത്. സഹോദരിക്കൊപ്പം വീടിന് സമീപത്തെ കുളത്തിൽ കുടിവെള്ളം ശേഖരിക്കാൻ പോയ വിദ്യാർത്ഥിയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് കനാലിൽ കാണാതായത്. കോട്ടവട്ടം കനാലിന് സമീപം കാര്യോട്ട് താഴത്തിൽ തുളസീധരന്റെ മകൻ 13-കാരനായ വിനേഷ് ചന്ദ്രനെയാണ് കാണാതായത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ബുധനാഴ്ച വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. വെള്ളവുമായി മടങ്ങിയ വിദ്യാർത്ഥി കനാലിലേക്ക് കാൽ വഴുതി വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരി ബഹളമുണ്ടാക്കി ആളെ കൂട്ടിയെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെട്ടതിനാൽ രക്ഷപ്പെടുത്താനായില്ല. പുനലൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് ബുധനാഴ്ച വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. ചക്കുവരക്കൽ ഭാഗത്തെ കനാൽ തുരങ്കത്തിൽ കുട്ടി കുടുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ഇടതുകര കനാലിന്റെ അറ്റകുറ്റപ്പണികൾ KIP അധികൃതർ കൃത്യമായി നടത്താത്തതാണ് കനാലിൽ വീണ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം വിജയിക്കാത്തതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. തെന്മല പരപ്പാർ ഡാമിൽ നിന്ന് ആരംഭിക്കുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുകര കനാൽ തകർന്ന് തരിപ്പണമായിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല. ഇടതുകര കനാലിന്റെ മിക്ക ഭാഗങ്ങളും തകർന്ന് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. 70 അടി ഉയരത്തിൽ കടന്നുപോകുന്ന കനാലിന്റെ അക്വിഡക്റ്റ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. പദ്ധതിയുടെ ചിരട്ടക്കോണം ഭാഗത്തെ അരിപ്പകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കനാൽ തുരങ്കങ്ങളിൽ വൃത്തിയാക്കൽ നടക്കാത്തതിനാൽ തുരങ്കം ആരംഭിക്കുന്ന സ്ഥലത്ത് അരിപ്പകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വന്നടിയുന്ന മാലിന്യങ്ങളും മരക്കഷ്ണങ്ങളും വാരിമാറ്റാനും സാധിക്കും. എന്നാൽ അരിപ്പ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇത് കാരണം മാലിന്യവും ശവശരീരങ്ങളും തുരങ്കത്തിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ചക്കുവരക്കൽ സ്വദേശിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ കനാലിൽ കാണാതായിരുന്നു. കുട്ടി 4 കിലോമീറ്ററോളം ഒഴുകി ചിരട്ടക്കോണത്തെ തകർന്ന അരിപ്പയിൽ തങ്ങാതെ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചതായാണ് അഭ്യൂഹം. 2.5 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കത്തിൽ മൃതദേഹങ്ങൾ കുടുങ്ങിയാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ എത്തിയ അഗ്നിശമന സേനയ്ക്ക് ബുധനാഴ്ച വൈകുന്നേരമായിട്ടും ഒന്നും ചെയ്യാനായില്ല. 2.5 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കത്തിൽ മൃതദേഹങ്ങൾ കുടുങ്ങിയാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. അരിപ്പ തകർന്നത് കാരണം ഒഴുകിയെത്തിയ മാലിന്യങ്ങളും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങളും തുരങ്കത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. കിലോമീറ്ററുകളോളം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ പുതിയ അരിപ്പ സ്ഥാപിക്കാനോ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന അഗ്നിശമന സേന തെന്മല ഡാം ഓഫീസിൽ വിളിച്ച് അറിയിക്കുകയും ജലവിതരണ ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്യും. എന്നാൽ കനാലിലൂടെ ഒഴുകുന്ന ജലം കുറയാൻ 6 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. അരിപ്പയില്ലാത്തതിനാൽ ഒഴുകിയെത്തുന്ന മൃതദേഹം തുരങ്കത്തിലൂടെ പുറത്തുവരികയോ തുരങ്കത്തിൽ തന്നെ കുടുങ്ങുകയോ ചെയ്യും. വെള്ളം കുറഞ്ഞാൽ തന്നെയും തുരങ്കത്തിനുള്ളിലെ രക്ഷാപ്രവർത്തനം അപകടകരമാണ്. തുരങ്കത്തിൽ കെട്ടിക്കിടക്കുന്ന ചീഞ്ഞഴുകിയ മാലിന്യവും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അവയുടെ ദുർഗന്ധവും അസഹനീയമാണ്. ഇത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കും. ഇതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരും നാട്ടുകാരും തമ്മിലുള്ള വാക്കേറ്റങ്ങളും പതിവാണ്. കിഴക്കൻ മേഖലകളിൽ നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചിരട്ടക്കോണം ഭാഗത്ത് ബ്ലോക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ബ്ലോക്കിംഗ് സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബ്ലോക്കിംഗ് സിസ്റ്റം കഴിഞ്ഞ ഏതാണ്ട് ദിവസങ്ങളിലായിട്ട് ഇത് തകരാറിലാവുകയും അതിനെ തുടർന്ന് ഈ പ്രദേശവാസികൾ
ബന്ധപ്പെട്ട KP AXക്കും അതുപോലെ AEക്കും ഒക്കെ പരാതി കൊടുക്കുകയുണ്ടായി. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ നടപടി ഉണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചക്കോരിക്കൽ പ്രദേശത്തെ ഒരു കുട്ടി 12 വയസ്സ് വരുന്ന ഒരു കുട്ടി ഇതിലേക്ക് വീഴുകയും അത് ഈ ബ്ലോക്കിംഗ് സിസ്റ്റത്തിൽ വന്ന് നിൽക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ ബോഡി ഇതേവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ NREGSന്റെ തൊഴിലാളികൾ കനാലിന്റെ വൃത്തിയാക്കൽ പരിപാടി ചെയ്യുന്നപ്പോൾ എന്നാൽ കാലാകാലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടുന്ന മെയിൻ്റനൻസ് പണി ഒന്നും തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ വരാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തീവണ്ടിയിൽ നിന്ന് വീണു മരിച്ച അടൂർ പറക്കോട് സ്വദേശിയായ കോളേജ് വിദ്യാർത്ഥി ജോബ് ജെയിംസിന്റെ മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് കടക്കാവൂരിന് സമീപത്താണ് അപകടമുണ്ടായത്. അടൂർ പറക്കോട് സ്വദേശി വയല പാറവിളപുത്തൻ വീട്ടിൽ പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടറിന്റെയും ബിൻസി ജെയിംസിന്റെയും മകൻ 20-കാരനായ ജോബ് ജെയിംസാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് സുഹൃത്തിന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുമ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് 3:30-യോടെയാണ് അപകടം. നിസാമുദ്ദീൻ എക്സ്പ്രസ് ചിറയൻകീഴ് കടക്കാവൂരിലെത്തിയപ്പോൾ വാതിലിലിരുന്ന് സഞ്ചരിച്ച ജോബ് പുറത്തേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ പത്തനാപുരം കമുകുഞ്ചേരിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് വൈകിട്ട് 3-ന് വയല IPC കർമേൽ സഭയുടെ സെമിത്തേരിയിൽ സംസ്കരിക്കും. കോയമ്പത്തൂരിൽ BCom 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ജോബ് ജെയിംസ്. ബിൻസി ഏക സഹോദരിയാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം നീങ്ങിയതോടെ പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ UDF ഭരണസമിതി ചുമതലയേറ്റു. മുൻ പ്രസിഡന്റ് നജീബ് ഖാനാണ് ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. K. തോമസ് ആണ് വൈസ് പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് വേളയിലും ഫലപ്രഖ്യാപനത്തിന് ശേഷവും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം സജീവമായിരുന്നു. 5 വർഷത്തെ ഭരണം 2.5 വർഷം വീതം 2 പേർക്കായി പകുത്തു നൽകണമെന്നായിരുന്നു ചിലരുടെ ആവശ്യം. നിക്ഷേപ മണ്ഡലത്തിലെ V. മനോജിനെ പ്രസിഡന്റാക്കണമെന്നും അല്ലെങ്കിൽ ആദ്യ പകുതിയെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിച്ചു. എന്നാൽ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, പത്തനാപുരം MLA KB ഗണേഷ് കുമാർ, DCC പ്രസിഡന്റ് പ്രതാപ് വർമ്മ തമ്പാൻ, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി ബെന്നി കക്കാട്, CR നജീബ്, M ഷെയ്ഖ് പരീദ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് തുടങ്ങിയ പ്രമുഖർ ഫോണിലൂടെയും നേരിട്ടും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പ്രസിഡന്റ് സ്ഥാനം നജീബ് ഖാന് തന്നെ ഉറപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ എന്നും പറഞ്ഞു, ഞാൻ ചെയ്തത് മറ്റുള്ളവരാണ് ചെയ്തത്, ഞാൻ സത്യമേ ചെയ്തിട്ടുള്ളൂ, സത്യം ജയിക്കും, സത്യം ജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ സഹകരണ വകുപ്പ് ബാങ്ക് ഇൻസ്പെക്ടർ സജീവ് കുമാറിന്റെ സാന്നിധ്യത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജനറൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ച മുൻ പ്രസിഡന്റ് A. നജീബ് ഖാനെ K. തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. വനിതാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഗിരിജ തുളസീധരൻ പിന്താങ്ങി. വൈസ് പ്രസിഡന്റായി K. തോമസിന്റെ പേര് പട്ടികജാതി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച K. ശ്രീധരൻ നിർദ്ദേശിച്ചു. വനിതാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഷേർലി ഗോപിനാഥ് പിന്താങ്ങി. സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥൻ സജിമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ബാങ്ക് സെക്രട്ടറി സാബു, TH മുഹമ്മദ് അലി, KJ അനിൽ, സുധീർ മലയിൽ തുടങ്ങിയവർ സന്നിഹിതരായി. A. നജീബ് ഖാൻ, K. തോമസ്, രാജൻ VG, H. റിയാസ് മുഹമ്മദ്, V. മനോജ്, K. ശ്രീധരൻ, ഗിരിജ തുളസീധരൻ പിള്ള, ഷെർലി ഗോപിനാഥ്, സുബി വിനോദ് തുടങ്ങിയവരാണ് ഭരണസമിതി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് തോട്ടം സൂക്ഷിപ്പുകാരായ ദമ്പതികളെ തോട്ടമുടമയുടെ ബന്ധുക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട്. പരിക്കേറ്റ ദമ്പതികളെ പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാങ്കോട് ചിതൽവെട്ടി പടിഞ്ഞാറ്റിൻകര വീട്ടിൽ 52-കാരൻ രാജൻ, ഭാര്യ 48 വയസ്സുകാരി സാലി എന്നിവരാണ് സംഘം ചേർന്നെത്തിയവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. പൂങ്കുളഞ്ഞി സ്വദേശിയായ വിദേശ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞ 20 ദിവസമായി വാച്ചർ ജോലി ചെയ്തു വരികയാണ് ദമ്പതികൾ. സ്ത്രീകളടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചത്. മാരകായുധങ്ങളുമായി ആയിരുന്നുവത്രേ ആക്രമണം. ഇന്നലെ ഞങ്ങൾ അവിടെ മതിൽ പണിയണമെന്നുള്ള, ഗേറ്റ് പണിയണമെന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾ ഗേറ്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അവിടെ ഗേറ്റ് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 12ഓളം ആൾക്കാർ ഒരു മാരുതി കാറിലും അതോടൊപ്പം തന്നെ ഒരു ബൈക്കിലും കൂടെ കടന്നു വരികയും പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. ആക്രമണത്തിൽ ഞങ്ങൾക്ക് ഒരു ചവിട്ടും അടിയൊക്കെ ഒരുപാട് ഏക്കണ്ടായിട്ട് വന്നു. ഞങ്ങൾ ആ സമയത്ത് 2 പേരും ഇത് ഫാബ്രിക്കേഷൻ ചെയ്ത ആൾ മാത്രമേ ഉള്ളായിരുന്നു. 19 പേരുണ്ട്. എല്ലാവരും കുറേ പേര് റോഡിൽ നിന്ന് ഒരു 10-12 പേരിഞ്ഞ് താഴെ ഇറങ്ങി വന്നു. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ അടിച്ച് കളഞ്ഞ് ഞാൻ കൊണ്ടുവന്ന പാത്രവും ഒക്കെ അടിച്ച് ദൂരോട്ട് എടുത്ത് എറിഞ്ഞ് കളഞ്ഞാൽ ഞാൻ കിട്ടിയില്ല. ഇത് എവിടെ നിന്ന് നോക്കിയിട്ടും കണ്ടില്ല. പിന്നെ കയറി പൊടിയുന്നു, നീ എന്തിനാടി മൊബൈൽ പിടിച്ച് അവനെ എൻ്റെ മോയ്യപ്പനെ എല്ലാം ഞാൻ രൂപ വാങ്ങിക്കുക, നീ കള്ളക്കെട്ടിയോനാ, കള്ളഭാര്യയാ എന്നൊക്കെ പറഞ്ഞ് അസഭ്യം പറഞ്ഞ് കയറിയെന്ന് പറഞ്ഞ് മൊബൈൽ അടിച്ച് ദൂരോട്ട് കളഞ്ഞ്
ദമ്പതികളുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ക്ഷതമേറ്റിട്ടുണ്ട്. തോട്ടമുടമയുടെ ബന്ധുക്കൾ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ദമ്പതികളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. അക്രമികൾക്കൊപ്പം വില്ലേജ് ഓഫീസ് ജീവനക്കാരനും ഉണ്ടായിരുന്നതായി പറയുന്നു. പൂങ്കുളഞ്ഞി സ്വദേശിയായ പ്രവാസിയുടെ പേരിലുള്ള വസ്തുവിൽ മറ്റാരും പ്രവേശിക്കരുതെന്ന കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു 15 ദിവസം കൊണ്ട് തന്നെ അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ തോട്ടത്തിന്റെ മൊത്തം സൂക്ഷിപ്പും അതിനകത്ത് ആരും പ്രവേശിക്കാനോ ഇറങ്ങാനോ പാടില്ലെന്നുള്ളത് അവർ ജോൺസൺ എന്ന് പറയുന്ന ആളും PD ജോൺസൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ ജോൺ സാറ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു സാറ്, ഇത്രയും പേരും കൂടെ കോടതിയിൽ വിളിപ്പിച്ച് എന്നെ അവിടെ സുരക്ഷമായ കാര്യത്തിന് വേണ്ടി അവിടെ ഏൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ആരും ഇറങ്ങരുതെന്നും ഇറങ്ങുന്നവരെ വിലക്കണമെന്നും മാത്രം പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുകയും അവർ പലപ്പോഴും അവരും ആ തള്ളയും മോളും കൂടെ അമ്മയും മോളും കൂടെ ഉപദ്രവിക്കാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരുന്നു. തോട്ടത്തിന്റെ അതിരുകളും ഇരുമ്പിൽ നിർമ്മിച്ച വാതിലുകളും തകർത്ത ശേഷം തോട്ടം കാവൽക്കാരായ തൊഴിലാളികളെ മർദ്ദിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ചേകം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ പ്രത്യേക പൂജകളോടെ അഭിഷേകം ചെയ്യുന്നത് ദർശിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയിരുന്നത്. ഗോവിന്ദ പട്ടാഭിഷേകത്തിനും ഭജനയ്ക്കും ശേഷം യജ്ഞാചാര്യൻ പള്ളിക്കൽ M. രാജശേഖരൻ പിള്ള പ്രഭാഷണം നടത്തി. നാം ഓരോരുത്തരും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം ആരാധനാലയങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമാണെന്നും സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തെ അടുത്തറിഞ്ഞ് ജീവിക്കാൻ തയ്യാറാകണമെന്നും യജ്ഞാചാര്യൻ ഓർമ്മിപ്പിച്ചു. നക്ഷത്രങ്ങൾ വളരെ ഉദ്യോഗം വഹിക്കുന്ന ആളാണ്. വഴിയിൽ കണ്ട ആൾ ചോദിച്ചു, പതിവില്ലാതെ എന്താ ടീച്ചറെ ക്ഷേത്രത്തിൽ പോയി? ഓ, ആ 3 പിള്ളേരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അവൻ ശരിയല്ല, അവന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണമെന്നും പറഞ്ഞ് പോയി പ്രാർത്ഥിക്കാൻ പോയതാണ്. അപ്പൊ പിള്ളേർ ചൊവ്വുകേടിലായാലും ഈശ്വര സമക്ഷത്ത് പോകും. യജ്ഞത്തിന്റെ 5ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് രുക്മിണി സ്വയംവരം നടക്കും. യജ്ഞത്തിന്റെ സമാപനം കുറിച്ച് ഫെബ്രുവരി 15 വൈകിട്ട് 3:30 അവഭൃത സ്നാന ഘോഷയാത്രയും തുടർന്ന് സമൂഹ പ്രാർത്ഥനയും നടക്കും. ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി 16 വൈകുന്നേരം 7 മുതൽ വെട്ടിക്കവല രവീന്ദ്രനാശാനും സംഘവും അവതരിപ്പിക്കുന്ന ഭാരതക്കളി അരങ്ങേറും. 17 വൈകിട്ട് 3 മണി മുതൽ ഭക്തിനിർഭരമായ ഘോഷയാത്രയും രാത്രി 10 മുതൽ തിരുവനന്തപുരം ഉദയകല അവതരിപ്പിക്കുന്ന പാഞ്ചജന്യം എന്ന നാടകീയ നൃത്തശില്പവും നടക്കും. എല്ലാ ദിവസവും അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരമാണ് സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കിയത്. ബുധനാഴ്ച ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 78 കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹത നേടിയത്. ശാരീരിക വൈകല്യമുള്ള LP, UP, HS വിഭാഗത്തിലെ കുട്ടികൾക്ക് യഥാക്രമം 400, 500, 600 രൂപ വെച്ച് 3 മാസത്തെ സ്കോളർഷിപ്പും മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് 4 മാസത്തെ സ്കോളർഷിപ്പ് തുകയായ 3311 രൂപയുമാണ് വിതരണം ചെയ്തത്. അടുത്ത തവണ തുക കൂടുതൽ വർദ്ധിപ്പിച്ച് 6 മാസത്തേക്കുള്ള സ്കോളർഷിപ്പുകൾ ഒന്നിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ശാരീരിക മാനസിക വെല്ലുവിളികളുള്ള കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സാ സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും S. മുരളീധരൻ നായർ പറഞ്ഞു. നിങ്ങളുടെ ദുഃഖത്തിൽ പൂർണ്ണമായി പങ്കുചേരും. പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചാൽ പരിഹാരം ഉണ്ടാക്കുവാൻ ഒരു ഗ്രാമപഞ്ചായത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യും. ഇതൊരു കയ്യടി വായിക്കുന്നതിനും നിങ്ങളുടെ മാനസികമായ അംഗീകാരം വായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് പറഞ്ഞൊരു പ്രശ്നം, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ പഞ്ചായത്താണ്. ഒരു വലിയ ഗ്രാമപഞ്ചായത്തിലെ ചിലപ്പോൾ അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്മളെ ഗ്രാമപഞ്ചായത്തിലെ ഇതിന് അർഹരായിട്ടുള്ളവർ 79 പേർ. ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ചിലപ്പോൾ ഇത് 15 പേരോ 10 പേരോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് 10,000-10,000 രൂപ. നമ്മൾ 79 പേർക്ക് വരുമ്പോൾ ആ പൈസ അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ ചടങ്ങിൽ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ K. ഉഷ സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ C. വിജയ, ഗ്രാമപഞ്ചായത്ത് അംഗം മറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, അംഗൻവാടി വർക്കർ റീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. സാക്ഷരതാ മിഷൻ പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് ജീവകാരുണ്യ സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധി ഭവനിൽ നടന്ന സംഗമം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
ആധുനിക സമൂഹം വയോജനങ്ങളെ ബാധ്യതയായി കാണുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ആശങ്കാജനകമായ ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്തുന്നതിന് സാമൂഹ്യ ബോധവത്കരണം ശക്തമാക്കണമെന്നും കെ ദിലീപ് കുമാർ പറഞ്ഞു. ഇവിടെ വന്നുപോയിട്ടുള്ള എത്രയോ അമ്മമാരുടെ, അച്ഛന്മാരുടെ, അപ്പൂപ്പന്മാരുടെ, സഹോദരങ്ങളുടെ ചരിത്രം അറിയാവുന്നവരാണ് നമ്മൾ. അമ്മയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നാട്ടിൽ ചെന്നപ്പോ നാട്ടുകാരോട് മറുപടി പറയേണ്ടി വന്ന മക്കൾക്ക് വിഷമം തോന്നി. വിഷമം എന്ന് പറഞ്ഞാൽ വിഷമമല്ല, മറിച്ചൊരു നാണക്കേട് തോന്നി. വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് വിളിച്ച് ഓട്ടോയിൽ പത്തനാപുരത്ത് കൊണ്ട് അവിടെ ആക്കി വിട്ടിട്ട് പോയ മക്കളുണ്ട്. അവരെ വീണ്ടും തിരിച്ച് ആ അമ്മയെ ഇവിടെ താമസിപ്പിച്ച് പരിചരിക്കുന്ന സ്ഥാപനമാണ്. വസ്തുക്കൾ എഴുതി വാങ്ങിയിട്ട് ഇവിടെ സാറ് പറഞ്ഞതുപോലെ ചവിട്ടി പുറത്താക്കിയ മക്കളുണ്ട്. എത്രയോ ആളുകൾ, എത്രയോ ജന്മങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഈ തത്വം തീർച്ചയായും മനുഷ്യരായിട്ടുള്ള ആളുകൾ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം തുല്യതാ പഠിതാക്കളും അധ്യാപകരും ഗാന്ധിഭവനിലെ അന്തേവാസികളെ സന്ദർശിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകിയ ശേഷമാണ് ജീവകാരുണ്യ സംഗമത്തിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾ ശേഖരിച്ച കാർഷിക വിളകളും ഭക്ഷ്യവസ്തുക്കളും ഗാന്ധിഭവൻ സെക്രട്ടറി സോമരാജന് കൈമാറി. സാക്ഷരതാ മിഷൻ കോഓർഡിനേറ്റർ ഹരിഹരൻ ഉണ്ണിത്താൻ, വി സുരേഷ് കുമാർ, ഡോക്ടർ അഭിലാഷ്, പ്രിൻസിപ്പൽ ലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് തുല്യതാ പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നത്തൂർ സ്വദേശിയായ യുവാവ് മേരിലയിലെ ബന്ധുവീട്ടിൽ കുത്തേറ്റ് മരിച്ചു. ബന്ധുവായ പ്രതിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടവട്ടത്ത് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയെ ബുധനാഴ്ചയും കണ്ടെത്താനായില്ല. ചക്കുവരക്കലിലെ കനാൽ തുറക്കത്തിൽ കുട്ടി കുടുങ്ങിയിട്ടുണ്ടെന്ന് സൂചന. പത്തനാപുരത്ത് തോട്ടം സൂക്ഷിപ്പുകാരായ ദമ്പതികളെ തോട്ടമുടമയുടെ ബന്ധുക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.